നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ടോക്കോണിലേക്ക് സ്വാഗതം. ടോക്കോണിൽ ഇന്ന് നമ്മോടൊപ്പം കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മലപ്പുറം ജില്ലാ പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ ലുക്മാൻ. എൻ്റെ പേര് ഡോക്ടർ ലുക്മാൻ. മൃഗസംരക്ഷണ വകുപ്പിൽ മലപ്പുറം ജില്ലയിലെ PRO ആണ്. ഈ മൃഗസംരക്ഷണവുമായിട്ട് കൂടുതൽ സേവനങ്ങൾ ഏതൊക്കെയാണ് വകുപ്പ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ കൂടുതലായിട്ട് ജനങ്ങളിലേക്കുള്ള പദ്ധതികൾ ഏതെല്ലാമാണ്? പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങളിലോട്ട് എത്തിക്കുന്ന നിരവധി പദ്ധതികൾ AHD ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ മെയിനായിട്ടിപ്പോൾ വന്ന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ. പിന്നെ 24 മണിക്കൂറും വിളക്കണിയാത്ത ഹോസ്പിറ്റലുകളിൽ രാത്രികാല സേവനങ്ങൾ, വെറ്റിനറി സേവനങ്ങൾ, മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ. ഇപ്പോൾ നിലവിൽ എല്ലാ ബ്ലോക്കിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ ആരംഭിക്കണം എന്നാണ് നിലവിലുള്ള പദ്ധതി. അത് ഏറെക്കുറെ പ്രായോഗികമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു മൊബൈൽ സർജറി യൂണിറ്റും നിലവിലിപ്പോൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ മാറുന്ന ക്ലൈമറ്റുകളെല്ലാം നമ്മുടെ മൃഗങ്ങളെ കൂടുതലും എഫക്റ്റ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? പക്ഷിപ്പനി പോലുള്ള നമ്മളെല്ലാവരും പൊതുജനങ്ങളെല്ലാവരും അറിയുന്ന പക്ഷിപ്പനി, ഇത് ഒരു പ്രദേശത്ത് വരികയാണെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പദ്ധതി രേഖകളും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാറ്. അതിൽ അതാത് സമയങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ രീതിയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കാറ്. പിന്നെയുള്ളത് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ മൃഗചികിത്സ, പിന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുക. ഇപ്പോൾ എല്ലാവരും മുൻകൂട്ടയോടെ കാണുന്ന പേവിഷബാധ വിഷയങ്ങൾ, ഇതിൻ്റെ ABC പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. അത് അനിമൽ ബർത്ത് കൺട്രോള്, അതിൻ്റെ കൂടെ ഈ റാബിസ് അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുകൂടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, റാബിസ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതിലുപരി റാബിസിൻ്റെ മാത്രമല്ല മറ്റുള്ള ജന്തു രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ക്ലിനിക്സുകൾ, രാത്രികാല സർവീസുകൾ എല്ലാം നൽകുക എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി എന്നുള്ളത്. ഇപ്പോൾ മാറുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് സിറ്റി ലൈഫ് സ്റ്റൈലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലും മൃഗങ്ങളെ വളർത്തുന്നത് കുറഞ്ഞൊരു പോൾട്രി ഫാം എന്നുള്ളൊരു കൾച്ചറിലേക്ക് കൂടുതലും മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും മുട്ടയാണെങ്കിലും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളാണെങ്കിലും പ്രൈവറ്റായി നടത്തുന്ന കുറേ ഫേമുകളിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതും കൂടുതലുണ്ട്. അത് നമ്മുടെ ഫുഡിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. AHD ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ, AHD എന്ന് പറയുമ്പോൾ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൾച്ചർ നിലവിൽ ചെയ്യുന്നുണ്ട്. എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ്. അതിനനുസരിച്ചിട്ടാണ് പാലിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതാത് മൃഗാശുപത്രിയിലെ ഡോക്ടർമാർ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര കാലത്തിൻ്റെ, എത്ര പീരീഡിൽ, അതായത് എത്ര ദിവസത്തിൻ്റെ ശേഷമാണ് പാല് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാല് പുറത്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ശരിയായ രീതിയിൽ അവർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഒരിക്കലും ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചൊരു പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ ആടിൻ്റെ പാലോ ഒരിക്കലും പുറത്തോട്ട് പോകുന്നതല്ല. അതിന് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെയോ നമ്മളെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്നുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തോട്ട് മിൽമ പോലുള്ള നമ്മുടെ സംരംഭത്തിലോട്ട് പാലുകൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബുച്ചറിങ്, അതായത് ബുച്ചറിങ്ങിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പശുക്കളെ ആണെങ്കിലും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങളെ കൂടുതലായും അവരുടെ പ്രായത്തിനേലും മേലെ പ്രായം തോന്നിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറച്ചിക്ക് പരിവമാവാൻ വേണ്ടിയിട്ട് പല കെമിക്കൽസ് ഇപ്പോൾ കുത്തിവെക്കുന്ന ഒരു കാഴ്ചയുണ്ട് പരമാവധി ഫാമുകളിലെല്ലാം. അതിനെതിരെ എങ്ങനെയാണ് മൃഗവകുപ്പ് കാണുന്നത്? അതായത് അതിനെതിരെ ഒരു നിയമം വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? നിലവിൽ നമ്മൾ പല പ്രോഗ്രാമുകളും കാണുന്ന പോലെ, യൂട്യൂബ് ചാനലുകളും കാണുന്ന പോലെ ഹോർമോൺസ് അടിച്ച കോഴികൾ അല്ലെങ്കിൽ ഹോർമോൺസ് അടിച്ച പശുക്കൾ നിലവിൽ ഇങ്ങനെയൊരു തരം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന അല്ലെങ്കിൽ മീറ്റ് പർപ്പസ് ബ്രോയിലർ കോഴികളെ ഒരിക്കലും ഹോർമോൺ കൊടുത്തിട്ടോ ഡ്രഗ്സുകൾ, മരുന്നുകൾ കൊടുത്തിട്ടോ വളർത്താറില്ല എന്നുള്ളതാണ് സത്യം.
പിന്നെ അവർക്കുള്ള വാക്സിനേഷൻ കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കാറുണ്ട് എന്ന്. ഇതാണ് പലപ്പോഴും പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളോട് യൂട്യൂബ് ചാനലുകളിലോ അല്ലെങ്കിൽ വേറെയുള്ള പല സോഴ്സുകളോ വഴിയോ നമ്മളോട് അത് ഹോർമോണുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണയാണ്. അതുപോലെ തന്നെ വേറെ വല്ല തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ജനങ്ങൾ കൂടുതലായിട്ടും ചോദിക്കുന്ന വല്ല ചോദ്യങ്ങളോ, ഇപ്പൊ നമ്മളിപ്പോ കുത്തിവെക്കുന്ന ഒരു കോഴി, അത് ഹോർമോൺ വെച്ച കോഴി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഈ ഫാമിൽ നിന്ന് വാങ്ങുന്ന കോഴികളെല്ലാം നമ്മളൊരു തരം തിരിക്കുന്നത് കാണാറുണ്ട്. അതുപോലെയുള്ള വേറെ വല്ല തെറ്റിദ്ധാരണകളുണ്ടോ? നമ്മുടെ സർക്കാർ ഫാമിൽ നിന്ന് പൊതുവായിട്ട് തരം തിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ സെക്സ് അടിസ്ഥാനമാക്കിയിട്ടാണ്. മെയിലാണോ ഫീമെയിലാണോ എന്ന് തരംതിരിക്കാറുണ്ട്. കാരണം അത് നമുക്ക് ആവശ്യവുമാണ്. കാരണം ഫീമെയിൽസിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടോ പല പദ്ധതി സർക്കാരിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടോ ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പലപ്പോഴും ഈ തെറ്റിദ്ധാരണകൾക്കുള്ള ആധാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും കേരളത്തിലെന്നല്ല ബ്രോയിലർ കോഴികളോ അല്ല മുട്ടക്കോഴികളോ ഹോർമോൺ കൊടുത്ത് വളർത്തുന്നതായിട്ട് നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ലാഭകരവുമല്ല. അതുപോലെ തന്നെ യുവാക്കൾക്ക് ക്ഷീര കർഷകരാവാൻ വേണ്ടി എത്രമാത്രം താല്പര്യം യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്? നിലവിൽ യുവാക്കൾ ഇതിലോട്ട് കടന്നു വരുന്നുണ്ട്. മെയിനായിട്ട് ബ്രോയിലർ കൃഷിയിലോട്ടാണ് കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാറ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പെട്ടെന്ന് തന്നെയുള്ള ലാഭം കിട്ടണം എന്നുള്ളതാണ്. കൃഷിയിലോട്ട് സംബന്ധിച്ചു പറയുകയാണെങ്കിൽ പെട്ടെന്നുള്ള ലാഭം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിനോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ പാലുൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പശുക്കളെ വളർത്തും, ഇറച്ചിക്ക് വേണ്ടിയിട്ട് ബ്രോയിലർ കോഴികളെ വളർത്തും. ഇത് പെട്ടെന്നുള്ള ലാഭത്തെ നമുക്ക് ക്ഷണിച്ച് വരുത്തും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ. പക്ഷേ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശീലന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ ഇതിലോട്ട് ഇറങ്ങാവൂ. തീർച്ചയായിട്ടും പശു വളർത്തലും മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴികളായിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള കോഴികളായിട്ടുണ്ടെങ്കിലും ലാഭകരമാണ്. പക്ഷേ തീർച്ചയായിട്ടും പഠിച്ച് പരിശീലനം ലഭിച്ച് മാത്രമേ ഇതിലോട്ട് ഇറങ്ങാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ലാഭമായിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റൂ. യുവാക്കളോട്, ഇനി വരുന്ന തലമുറയോട് എന്താണ് സാറിന് പറയാനുള്ളത്? പൊതുവെ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഗൾഫിൽ നിന്നും വരും, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പല യുവാക്കളും ഇതിലോട്ട് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഇതിനോടുള്ള നല്ല പരിശീലനവും അറിവും നേടിയിട്ട് മാത്രമേ ഇതിലോട്ട് വരാവൂ. പിന്നെ ബ്രോയിലർ കോഴികളെ കുറിച്ചാണ് കൂടുതൽ പല ആളുകൾക്കും പല പ്രവാസികൾക്കും പല യുവാക്കൾക്കും അറിയാനുള്ളത്. അത് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് സംസാരിച്ച് ഏതൊക്കെ വാക്സിനേഷൻ, എങ്ങനെ വളർത്തണം, ഏതൊക്കെ രീതികൾ, ഏതൊക്കെ കൂടുകൾ എന്ന്, എങ്ങനെ ഇതിൻ്റെ ഷെഡുകൾ കൺസ്ട്രക്റ്റ് ചെയ്യണം എന്ന് തീർച്ചയായിട്ടും വെറ്റിനറി ഡിസ്പെൻസറിയിലോട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ എല്ലാ ജില്ലയിലും LMTC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ പരിശീലന കേന്ദ്രങ്ങൾ, കർഷകർക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ആദവനാട് എന്ന സ്ഥലത്തുണ്ട്. ഇതുപോലെ എല്ലാ ജില്ലയിലുമുണ്ട്. അതാത് ജില്ലയിൽ വസിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ട് പരിശീലനം നേടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടോക്കോണിൽ നിന്ന് നമ്മോടൊപ്പം കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മലപ്പുറം ജില്ലാ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ ലുക്മാൻ. കേൾക്കാം റേഡിയോ CU. ഇനി കേട്ടറിയാം. Talk on.